ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ആലപ്പുഴയിലെ CPM നേതാവ് BJPയിൽ ചേർന്നു എന്നുള്ളത്. മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിപിൻ സി ബാബു അല്പം മുമ്പ് BJP അംഗത്വം സ്വീകരിച്ചു. അദ്ദേഹം ഇപ്പോൾ തത്സമയം ബ്രേക്കിംഗ് ന്യൂസിൽ. ബിപിൻ സി ബാബു, കേൾക്കാമല്ലോ? താങ്കൾ എന്തിനു പാർട്ടി വിട്ടു എന്ന ചോദ്യമാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികളാണ് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലാകർഷനായിട്ടാണ് ഞാൻ BJPയിൽ അംഗത്വം സ്വീകരിച്ചിട്ടുള്ളത്. ബിപിൻ സി ബാബു, BJPയിലേക്ക് എത്തുന്ന എല്ലാവരും പറയുന്ന ഒരു പൊതുവായ ഒരു വാചകമായിട്ട് അതിനെ കാണാൻ പറ്റൂ. കാരണം ഇതിപ്പോൾ മൂന്നാമത്തെ ടേം ആണല്ലോ. 2 ടേമിൽ കാണാത്ത വികസനം താങ്കൾ മൂന്നാമത്തെ ടേമിൽ തുടങ്ങുന്ന ഘട്ടത്തിൽ കാണുന്നു എന്നിടത്താണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം നിൽക്കുന്നത്. താങ്കൾക്ക് CPMൽ താങ്കൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ താങ്കളുടെ ചെറുപ്പത്തിൽ തന്നെ, യൗവനത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്, യുവാവായിരിക്കുമ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ടി സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച ശേഷവും എന്തുകൊണ്ട് പാർട്ടി വിടുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ ആലപ്പുഴ CPMൽ എന്ത് പ്രശ്നമാണ് താങ്കളെ അലട്ടിയിരുന്നത്? ആലപ്പുഴ CPMലെ പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു വിഭാഗത്തിന്റെ പാർട്ടിയായി CPM മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ പല CPMന്റെ മുതിർന്ന നേതാക്കൾ, ഇപ്പൊ G. സുധാകരൻ സാർ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണ്, ഏറ്റവും നല്ല മന്ത്രിയെ അദ്ദേഹം പ്രവർത്തിച്ചു. രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ രൂപത്തിൽ പദ്ധതികൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിയതാണ്. പുന്നപ്ര വയലാറിന്റെ നാട്ടിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്താ ആലപ്പുഴയിൽ? പക്ഷേ ശ്രീ ബിപിൻ സി ബാബു, ആലപ്പുഴയിലെ CPMൽ നടന്നുകൊണ്ടിരിക്കുന്നത് G. സുധാകരൻ ഈ സമ്മേളന കാലയളവിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളല്ലേ പറയുന്നത്? പാർട്ടി അച്ചടക്കം എന്നൊന്നില്ലേ? അങ്ങനെ പ്രതിരോധത്തിലാക്കുമ്പോൾ അങ്ങനെ ഒരു നേതാവിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ ഇപ്പോൾ സമ്മേളനത്തിലേക്ക് വിളിക്കാതിരിക്കുന്നത്? അതല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് ആഞ്ചലോസുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണവുമൊക്കെ. ആഞ്ചലോസ് CPയുടെ ജില്ലാ സെക്രട്ടറി അല്ലേ? ആഞ്ചലോസിനെ പാർട്ടി പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച്. G. സുധാകരൻ പറഞ്ഞത് ഓരോരുത്തർക്കുണ്ടാകുന്ന അനുഭവങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. അതെന്താ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ എനിക്കറിയില്ലല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താ. അല്ല, അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ താങ്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല? ഇപ്പോൾ താങ്കളുടെ അമ്മയും പാർട്ടി നേതാവാണല്ലോ, അവിടുത്തെ ഏരിയ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ എന്താണ് അമ്മ BJPയിലേക്ക് പോകുന്നതിനെ എതിർത്തില്ലേ? അമ്മയല്ലല്ലോ, എനിക്ക് ഇപ്പൊ 42 വയസ്സുണ്ട്. എന്നാലും എനിക്ക് എന്റെ കാര്യത്തിൽ സ്വന്തമായ തീരുമാനമെടുക്കാൻ അറിയാവുന്ന ആളാണ്. എന്റെ അഭിപ്രായത്തിൽ എന്റെ സ്വന്തമായ തീരുമാനമാണ്. അമ്മയുടെ അഭിപ്രായം എനിക്ക് എന്താണെന്ന് അറിയില്ല. അമ്മയോട് സംസാരിച്ചിരുന്നോ? പാർട്ടി വിടുന്ന കാര്യം കമ്മിറ്റി അംഗം തന്നെയാണ്. പാർട്ടി വിടുന്ന കാര്യം സംസാരിച്ചിരുന്നോ? അമ്മയോട് സംസാരിച്ചിട്ടില്ല. എന്താണ് അപ്പോൾ അഭിപ്രായം? സംസാരിച്ചിട്ടില്ല. അമ്മയോട് സംസാരിച്ചിട്ടില്ല. അമ്മയോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അമ്മ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമാണല്ലോ. അപ്പൊ അമ്മയെ കൂടി പ്രതിരോധത്തിലാക്കിയിട്ടാണ് താങ്കൾ BJPയിലേക്ക് പോയിരിക്കുന്നത്. ഒരു വീട്ടിൽ 2 രാഷ്ട്രീയക്കാർ പാടില്ലെന്നും ഇല്ലല്ലോ. താങ്കളിപ്പോൾ DYFI സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ ബിപിൻ? അല്ലല്ല, ഞാൻ DYFI രംഗം ഒഴിഞ്ഞിട്ട് ഇപ്പം 4 വർഷമായി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, SFI ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്നു, SFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതെ, താങ്കൾ 32ാമത്തെ വയസ്സിലാണ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്. അതെ അതെ. അപ്പൊ പാർട്ടി അത്രയൊക്കെ ചെയ്തിട്ടാണ് താങ്കൾ അപ്പുറത്തേക്ക് പോകുന്നത്. പാർട്ടിക്ക് തെറ്റ് പറ്റിയാൽ നമ്മൾ പോവുക എന്നുള്ളതല്ലേ ഉള്ളൂ. പാർട്ടി, ഞാനിപ്പോ പറയാനുള്ളത് CPMന്റെ മതനിരപേക്ഷത സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. BJPയിലാണോ മതനിരപേക്ഷ സ്വഭാവം ഉള്ളത്? ഒരു കോക്കസിന്റെ കയ്യിലേക്ക് മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതാ?
BJP-യിലാണോ മതനിരപേക്ഷ സ്വഭാവം? BJP-യിൽ മതനിരപേക്ഷ സ്വഭാവം ഉണ്ട് എന്ന് തന്നെയാണ്. അതെ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ മതനിരപേക്ഷ സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെയാണ് താങ്കളുടെ ബോധ്യം? എല്ലാവരും വോട്ട് ചെയ്തല്ലേ ഈ പാർട്ടിയെ രാജ്യം ഭരിക്കാൻ? ഉറപ്പായിട്ടും. അപ്പോൾ താങ്കളുടെ ബോധ്യം അതാണ്? ഉറപ്പായിട്ടും. ഇപ്പൊ എന്റെ ബോധ്യം അതാണ്. അപ്പൊ BJP-യിൽ താങ്കളെ കാത്തിരിക്കുന്ന പൊസിഷൻ എന്താണ്? അതല്ലല്ലോ, BJP-യിൽ അംഗത്വം എടുത്തതേ ഉള്ളൂ, പൊസിഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ലെ, വെറുതെ ഒരു അംഗത്വം എടുക്കാൻ പോകില്ലല്ലോ ബിപിൻ. താങ്കൾക്ക് ഇവിടെ പ്രധാനപ്പെട്ട CPM-ൽ പ്രധാനപ്പെട്ട പൊസിഷനുകളിൽ ഇരുന്ന വ്യക്തിയാണ്. താങ്കളെ പോലെ ഒരു യുവ നേതാവിനെ ആലപ്പുഴ പോലെ വിഭാഗീയത രൂക്ഷമായ ഒരു സ്ഥലത്ത് നിന്നും BJP എടുക്കണമെങ്കിൽ വെറുതെ ഒന്നും കാണാതെ എടുക്കില്ലല്ലോ. അപ്പോൾ താങ്കൾക്ക് കിട്ടിയ ഓഫർ എന്താണ്? എനിക്കൊരു ഓഫറും കിട്ടിയിട്ടില്ല, ഒരു ഓഫറും കിട്ടിയിട്ടില്ല, സത്യം പറയുക. അപ്പോൾ താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ്? ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ നേതാക്കളെ പാർട്ടിയിലേക്ക് എടുക്കുക, BJP-യിലേക്ക് എടുക്കുക എന്നതാണോ? ഇപ്പോൾ നേരത്തെ കെ സുരേന്ദ്രൻ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ പേർ വരാൻ പോകുന്നു. സ്വാഭാവികമായും CPM-ൽ നിന്നും ആയിരക്കണക്കിന് പേർ പാർട്ടി വീട്ടിൽ സമ്മേളനം കഴിയുമ്പോൾ സ്വാഭാവികമായി പോകും, യാതൊരു സംശയവും വേണ്ട. ഈ ആലപ്പുഴയിൽ വിഭാഗീയത എന്ന് പറയുമ്പോൾ എന്താണ് അതിന് അടിസ്ഥാനമൊന്ന് വിശദീകരിക്കാമോ? താങ്കളുടെ ഒരു മനസ്സിലാക്കൽ എന്താണ്? ഇപ്പോൾ GS സുധാകരനെ പോലൊരു നേതാവിനെ തഴയുന്നു എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ഔദ്യോഗിക വിഭാഗമായി നിൽക്കുന്നവർ ശക്തരാകുന്നു, പാർട്ടി നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള സമീപനം എടുക്കുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് ആലപ്പുഴ പാർട്ടിയിൽ സംഭവിക്കുന്നത്? ആലപ്പുഴ പാർട്ടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുറച്ചധികം വർഗീയവാദികളുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ പാർട്ടി നേതൃത്വത്തിന് ചലിക്കാൻ സമ്മതിക്കില്ല. ജില്ലാ സെക്രട്ടറി നാസർ സാഹ് ഉൾപ്പെടെയുള്ളവരുടെ അവസ്ഥ എന്താണ്? ചന്ദ്രബാബു സാഹിന്റെ അവസ്ഥ എന്താണ്? അവരെ ഒന്നും ചലിക്കാൻ അവിടെ സമ്മതിക്കില്ലല്ലോ. ഒരു വിഭാഗത്തിലേക്ക് മാത്രം ചുരുക്കുക രൂപത്തിലേക്ക് ഈ പാർട്ടി മാറുകയാണ്. അതാണ് CPM ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയുടെ അവസ്ഥ. വർഗീയ നിലപാടെന്ന് പറയുമ്പോൾ ഒന്ന് വിശദീകരിക്കാമോ ശ്രീ ബിപിൻ? താങ്കൾ ഈ വർഗീയ നിലപാട് പറഞ്ഞുകൊണ്ട് താങ്കൾ പോകുന്നത് BJP-യിലേക്കാണ്, അതുകൊണ്ടാണ് അതൊന്ന് വിശദീകരിക്കാൻ. വർഗീയ നിലപാടെന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിന്റെ മാത്രം പാർട്ടിയാക്കാൻ അത് ശ്രമിക്കുകയാണ്. അത് വർഗീയ സ്വഭാവമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ആ പാർട്ടിയിൽ എന്നുള്ളതാണ്. അതിനാരാണ് നേതൃത്വം വഹിക്കുന്നത് അവിടെ? ഈ ജില്ലയിലുള്ള അതിപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അത് CPM-ലുള്ളവരോട് അന്വേഷിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അതെല്ലാം കുറച്ച് നാൾക്കുള്ളിൽ എല്ലാം പുറത്തു വരും, യാതൊരു സംശയവുമില്ല. ഈ സമ്മേളനം കഴിയുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് പേർ ഈ പാർട്ടി ഉപേക്ഷിച്ചു പോകും. സമ്മേളനം കഴിയുമ്പോഴേക്ക് അവിടെ എല്ലാം ഇപ്പം അരിപ്പാടും എന്താ സ്ഥിതി? അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എല്ലാം ഒരു മാസം മുമ്പല്ലേ പാർട്ടി ഉപേക്ഷിച്ചു പോയത്. സമ്മേളനങ്ങളുടെ അവസ്ഥ എന്താ? മിക്ക സമ്മേളനങ്ങളും കയ്യാങ്കളിയിലല്ലേ അവസാനിക്കുന്നത്. ഇപ്പൊ എന്റെ പ്രദേശത്തെ പത്തിയൂര് സമ്മേളനം കയ്യാങ്കളിയിലാണ് അവസാനിച്ചത്. ഇറങ്ങിപ്പോക്കാണ് ഉണ്ടായത്. കരിയിലക്കുളങ്ങര ലോക്കൽ സമ്മേളനത്തിൽ എല്ലാവരും ഇറങ്ങിപ്പോയി അവസാനം. അങ്ങനെ സമ്മേളനങ്ങളിൽ നിന്നും പ്രതിഷേധിച്ചിറങ്ങിപ്പോകുന്ന സ്ഥിതിയിലേക്ക്, ദയനീയമായ അവസ്ഥയിലേക്ക് CPM എത്തുന്നു എന്നുള്ളതാണ്. സമ്മേളനങ്ങൾ CPM-ന്റെ എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ, പൂർത്തിയാക്കോളൂ. പറഞ്ഞു അല്ല, താങ്കൾ പൂർത്തിയാക്കും. ബ്രാഞ്ച് സമ്മേളനങ്ങൾ CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ എന്താ അവസ്ഥ? ഇപ്പോൾ 5-6 പേർ പങ്കെടുക്കുന്ന സമ്മേളനങ്ങളായി CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പോലും മാറുകയാണ്. ആലപ്പുഴയിൽ ഉള്ളവരെ വെച്ച് സമ്മേളനം നടത്തി വിടുന്ന അവസ്ഥയിലേക്ക് CPM എത്തുകയാണ്. പല പൊതുസമ്മേളനങ്ങളും നമ്മുടെ ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ നടന്നിട്ടില്ല. പൊതുസമ്മേളനങ്ങൾ പ്രഖ്യാപിക്കുന്നു, നടക്കാൻ പറ്റാത്ത അവസ്ഥ, ആളില്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് CPM. സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടൽ എത്രത്തോളമുണ്ട് പലയിടത്തും? ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ തന്നെ പരസ്യ തർക്കത്തിനൊടുവിൽ അദ്ദേഹം ഇപ്പോൾ അവിടെ യോഗത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടൽ ഫലപ്രദമല്ല എന്നാണോ താങ്കളുടെ അഭിപ്രായം? സംസ്ഥാന സെക്രട്ടറി ഒരു മാസം മുമ്പ് വന്ന് കായംകുളം ആലപ്പുഴയിലൊക്കെ വിഷയങ്ങൾ പരിഹരിച്ചു. പക്ഷെ ഒരു കാര്യവും നടക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറി വരുന്ന കമ്മിറ്റി കൂടുന്നല്ലാതെ പ്രാവർത്തികമാക്കാൻ വേണ്ടി അവിടുത്തെ നേതൃത്വങ്ങൾ, അതല്ലേ ഞാൻ പറഞ്ഞു, ആലപ്പുഴ ജില്ലയിൽ ഒരു കോക്കസാണ്. അത് സംസ്ഥാന സെക്രട്ടറി എന്നല്ല ആര് പറഞ്ഞാലും കേൾക്കില്ല ആ കോക്കസ്. ആ കോക്കസിനെ കുറിച്ച് സംസ്ഥാന സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ, അതോ കോക്കസ് പറയുന്നതിലേക്ക് സംസ്ഥാന സെക്രട്ടറി വീണു പോകുന്നുണ്ടോ? എന്താണ് താങ്കളുടെ മനസ്സിലാക്കൽ? അതെനിക്കറിയില്ല.
താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ താങ്കൾ BJP അംഗത്വം സ്വീകരിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ അമ്മയോട് ഇക്കാര്യം എങ്ങനെ വിശദീകരിക്കാനാണ് പോകുന്നത്? അത് വിശദീകരിക്കുമല്ലോ, ബോധ്യപ്പെടുമല്ലോ. അമ്മയെന്ന് പറയുന്നത് കഴിഞ്ഞ 35 വർഷക്കാലങ്ങളായി പൊതുപ്രവർത്തകയാണ്. അമ്മ 15 വർഷക്കാലമായി പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അമ്മയും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അന്നേരം സ്വാഭാവികമായും അമ്മയ്ക്ക് ബോധ്യപ്പെടും. ശരി, ബിപിൻ എന്ന വ്യക്തിക്ക് പാർട്ടിക്കകത്ത് നേരിടേണ്ടി വന്ന അവഗണന എന്താണ്? പാർട്ടിക്കകത്ത് അവഗണനയല്ലല്ലോ. അപ്പൊ ഞാനിപ്പോ BJPയിലേക്ക് പോകുന്ന പാർട്ടിക്കകത്ത് അവഗണന മാത്രം നേരിട്ടിട്ടില്ലല്ലോ. BJPയുടെ നയങ്ങൾ ആകൃഷ്ടനായിട്ടാണ് ഞാൻ BJPയിലേക്ക് പോകുന്നത്. ഈ നയം എന്ന് പറയുന്നത് ഇപ്പോൾ കാലങ്ങളായി തുടരുന്ന നയമാണല്ലോ ബിപിൻ സി ബാബു. ഇപ്പോൾ പെട്ടെന്നൊരു നയം, പുതിയൊരു നയമൊന്നും BJP കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഈ സമയത്ത് ആകൃഷ്ടനാകാനുണ്ടായ കാരണങ്ങൾ ഉണ്ടാകുമല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. താങ്കളെ അങ്ങോട്ടേക്ക് ആകർഷിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ? നമ്മൾ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തിനകത്ത് ഇനി മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. വിളിക്കുന്ന മുദ്രാവാക്യവും പ്രവൃത്തിയും രണ്ടും രണ്ടാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ BJPയിലേക്ക് പോയത്. ശരി, വിളിക്കുന്ന മുദ്രാവാക്യത്തിന് പ്രസക്തി ഉണ്ടല്ലോ. വിളിച്ച് മുദ്രാവാക്യം പ്രവൃത്തിയിലേക്കാക്കണമല്ലോ. അതാകുന്നില്ല CPMൽ ഇപ്പോ. അതുകൊണ്ടാണ് പോകുന്നത്. മതനിരപേക്ഷ നിലപാടുള്ള BJPയിലേക്ക് പോകുന്നു എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? അതെ. അപ്പോൾ താങ്കൾ ഇത്രകാലം വിളിച്ചിരുന്ന മുദ്രാവാക്യം എത്രത്തോളം താങ്കൾ ഉൾക്കൊണ്ടിട്ടുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിളിച്ച മുദ്രാവാക്യങ്ങൾ അന്ന് ശരിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ CPM പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യം, അത് അണികൾ മാത്രമാണ് മുദ്രാവാക്യം വിളിച്ച്, അവർ മാത്രമാണ് ഇന്ന് ആ മുദ്രാവാക്യം ഏറ്റു വിളിക്കുന്നത്. നേതാക്കന്മാർ ആ മുദ്രാവാക്യം മനസ്സിലേക്ക് ഏറ്റു വിളിക്കുന്നില്ല. അവരുടെ മുദ്രാവാക്യം വിളി മാത്രമേ ഉള്ളൂ, പ്രവൃത്തി വേറെയാണ്. എല്ലാ നേതാക്കന്മാരും ഒന്നും ഞാൻ പറയുന്നില്ല, കുറേയധികം നേതാക്കന്മാർ. ആലപ്പുഴയിൽ വർഗീയ നിലപാടെടുക്കുന്ന നേതാക്കളുടെ തീരുമാനങ്ങളാണ് നടപ്പാകുന്നത് എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? തോമസ് ഐസക്കിനെ പോലുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ അവിടെയുണ്ടല്ലോ. അപ്പോൾ ഈ ആശങ്ക ഐസക്കിനെ പോലുള്ള നേതാക്കളുമായി പങ്കുവച്ചിട്ടില്ലേ? എനിക്ക് ഐസക് സാറുമായിട്ട് വലിയ പരിചയം. താങ്കൾക്ക് അടുപ്പമുള്ള നേതാവ് ആരാണ്? നമുക്ക് അടുപ്പമുള്ള ഇപ്പം ആലപ്പുഴ ജില്ലയിലെ എല്ലാ നേതാക്കന്മാരുമായിട്ട് അടുപ്പമുണ്ടിരിക്കും. ഐസക് സാർ ശരി, ശ്രീ ബിപിൻ സി ബാബു, അപ്പോൾ BJPയിൽ താങ്കൾ പോകുമ്പോൾ കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിക്കും എന്നുള്ളൊരു സൂചന കെ സുരേന്ദ്രൻ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കളുടെ പേരുകൾ താങ്കളുടെ മനസ്സിലുണ്ടോ വരാൻ സാധ്യതയുള്ള? കുറേയധികം പേർ വരും. പ്രവർത്തകരല്ല ഞാൻ ചോദിക്കുന്നത്, നേതാക്കൾ തന്നെ വരുമെന്നാണോ? പേരുകളൊന്നും പറയുന്നില്ല. ഉറപ്പായിട്ട് കുറച്ച് നേതാക്കൾ വരുമല്ലോ, ഉറപ്പായിട്ട് വരും. സമ്മേളനം കഴിഞ്ഞ ശേഷമായിരിക്കും? അങ്ങനൊന്നുമില്ല, എപ്പോ വേണമെങ്കിലും വരാമല്ലോ. സമ്മേളനം കഴിയണമെന്നില്ല. അതിനു മുമ്പേ സംഭവിക്കാം. ഉറപ്പായി. താങ്കളിപ്പോൾ പ്രധാനപ്പെട്ട ചില നേതാക്കൾ തന്നെ വരുമെന്ന് പറയുകയാണ്, പ്രവർത്തകരെ കൂടാതെ, അല്ലേ? ആലപ്പുഴയിൽ നിന്ന്. അതെ അതെ, ആലപ്പുഴ ജില്ലയിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. അതെപ്പോൾ പ്രതീക്ഷിക്കണം? അതെപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ശരി, താങ്കൾക്ക് എന്തെങ്കിലും ഇനി കൂട്ടിച്ചേർക്കാനുണ്ടോ ഈ കാര്യത്തിൽ? കാരണം ഒന്നും വിട്ടു പറയുന്നില്ല താങ്കൾ. BJPയിലേക്ക് പോകുന്ന എല്ലാ CPM നേതാക്കളും പറയുന്ന അബ്ദുള്ളക്കുട്ടി മുതൽ ഇങ്ങോട്ട് പറയുന്ന അതേ വാചകങ്ങളാണ് താങ്കളും ഇപ്പോൾ പറഞ്ഞത്. മോദിയുടെ വികസനത്തിൽ ആകൃഷ്ടനായി പോകുന്നു എന്ന്. പുതിയതായിട്ട് എന്തെങ്കിലും പറയണമായിരുന്നു. ഒന്നുമില്ല, സത്യം അതാണല്ലോ. അന്നേരം അത് മാത്രമല്ലേ പറയാൻ പറ്റൂ. താങ്കളുടെ സ്വാധീനത്തിൽ അമ്മയും വരാൻ സാധ്യതയുണ്ടോ? അറിയില്ല, അമ്മ അറിയില്ല.
ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയിലുള്ള വിഭാഗീയതയിൽ അമ്മ താങ്കളുമായിട്ട് രാഷ്ട്രീയം സംസാരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് താങ്കൾ പറയുന്ന അപജയം അമ്മയ്ക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ ഒരു കത്ത് കൊടുത്തിരുന്നല്ലോ പാർലമെന്റ് ഇലക്ഷൻ മുമ്പ്. അത് മാധ്യമങ്ങൾക്കകത്തെല്ലാം വന്നതാണല്ലോ. അതിനകത്ത് കൃത്യമായി തന്നെ അമ്മ രേഖപ്പെടുത്തിയിരുന്നു. CPM ആലപ്പുഴ ജില്ലയിൽ 3-ാം സ്ഥാനത്ത് പോകാൻ പോവുകയാണ്, കായംകുളത്ത് CPM 3-ാം സ്ഥാനത്ത് പോകാൻ പോവുകയാണ്. അന്ന് ആ കത്തൊന്നും പരിഗണിച്ചില്ല. ഇലക്ഷൻ 3 ആഴ്ച മുമ്പ് കൊടുത്ത കത്താണ്. അന്ന് ആ കത്ത് പരിഗണിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ ആലപ്പുഴയിൽ ഉണ്ടായില്ലായിരുന്നു. ശരി, അപ്പോൾ അമ്മയടക്കമുള്ളവരായിരിക്കും അമ്മയ്ക്ക് പാർട്ടി വിടാൻ പോകുന്ന പ്രമുഖർ അല്ലേ? ബന്ധമുള്ളതാണ്. അങ്ങനെ അനുമാനിക്കാം അല്ലേ? അമ്മയടക്കമുള്ള പ്രമുഖരെ പ്രതീക്ഷിക്കാം. അതറിയില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ശരി, അത് നമുക്ക് പറയാൻ പറ്റില്ല. അമ്മ എന്നേക്കാൾ മുമ്പേ പൊതുപ്രവർത്തന രംഗത്ത് വന്ന ആളാണ്. അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. ശരി, വളരെ പക്ഷേ അമ്മ